ഭയപ്പെടുത്തിയാൽ ഭയക്കുന്നവനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് വന്നത്. എല്ലാവരും പറഞ്ഞു, സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ ആദ്യം തന്നെ പാണക്കാട് പോയി. എന്താ തർക്കമുള്ളത്, എന്താ സംശയമുള്ളത്? ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാണ് പാണക്കാട് പോയിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിൽ ചേർന്ന് ഈ നിമിഷം വരെ എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ഇടതും വലതും നിന്ന് സംരക്ഷിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കൂടിയാണ്. അത് അഭിമാനത്തോടെ പറയും. അത് കേരളത്തിലല്ല, ലോകത്ത് എവിടെ പോയാലും എനിക്ക് ആ സംരക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ആരെ പഠിക്കാനാ? അതുകൊണ്ട് ആ ഭീഷണിയും ആ വിരട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പാലക്കാട്ടെ RSSനെയും BJP ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? തെരുവിൽ നേരിട്ട് കളയും, അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. വലിയ ഭീഷണിയാണ്. നമ്മൾ ജനാധിപത്യവാദികളാണല്ലേ, നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനങ്ങളുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണ്, ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഒരു വിഭാഗം നിന്നുകൊണ്ട് നിന്നെ തല്ലിക്കളയും, കൊന്നുകളയും, നിങ്ങൾ പ്രകടനം നടത്തിയാൽ തല്ലിക്കളയും, നിങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുവദിക്കില്ല, ഇത് പാലക്കാടാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയാണ് കരുതിയിരിക്കുന്നത് അല്ലേ? എടോ, ഇങ്ങോട്ടടിച്ചാൽ വേദനിക്കുമെങ്കിൽ അങ്ങോട്ടടിച്ചാലും വേദനിക്കും. നീ ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും. അതുകൊണ്ട് ആ ജാതി ഭീഷണി ഒന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അപ്പുറത്ത് മാത്രമാണെന്നുള്ള ധാരണ വേണ്ട. ഇപ്പുറത്തുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അത് മാത്രമേ പറയും, ഇപ്പുറത്തും ഉണ്ട്. ഇനിയിപ്പോ ഇത് ഭീഷണിയാണ് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഭീഷണിയാണെന്ന് വെച്ചോ, ഭീഷണി തന്നെയാണ്. ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി, മതവർഗീയത ഇളക്കിവിടാൻ വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമത്തിനെതിരെയും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട.